വിദേശത്തു നിന്നും ഭഗവാൻ ചേർത്ത് പിടിച്ച ഒരു അനുഭവം വായിക്കാം. നമസ്കാരം, ഞാൻ ജയാണ്. താങ്കൾ ഈ ഒരു അനുഭവം എന്തായാലും വായിക്കുമല്ലോ അല്ലേ? എൻ്റെ അനുഭവങ്ങൾ ഞാൻ എപ്പോഴും എഴുതാറുണ്ട്. പക്ഷേ വായിച്ചു വരുമ്പോൾ എന്തോ എനിക്ക് അനുഭവപ്പെട്ട ഒരു ഫീല് വായിക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വേണ്ടെന്ന് വെക്കും. ഇതിൽ ഓരോരുത്തർക്കും തങ്ങളുടെ ഓരോ അനുഭവം തരണേ കൃഷ്ണ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഞാനും ആഗ്രഹിച്ചു പോയി എനിക്കും എഴുതാൻ പറ്റുന്ന ഒരു അനുഭവം ഉണ്ടാവണേ എന്ന്. പക്ഷേ എനിക്ക് കൃഷ്ണൻ തന്ന അനുഭവം ഒരു എട്ടിൻ്റെ പണി തന്ന പോലെ ആയിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നതൊക്കെ ഓർമ്മ വരുന്നത്. ആ സമയത്ത് ഇത് കണ്ണൻ്റെ കളിയായിരുന്നോ എന്നൊന്നും അറിയില്ലല്ലോ. ഇനി അനുഭവത്തിലേക്ക് കടക്കാം. ഞാൻ വിദേശത്താണ്. ഇവിടെ ഒരുപാട് ഗതാഗത നിയമങ്ങൾ വളരെ കർശനമായിട്ടുള്ള രാജ്യമാണ്. വളരെ ചെറിയ ഒരു പിഴ പോലും 10,000 രൂപയാണ് മിനിമം പിഴ. കാറിൽ കയറുമ്പോഴെല്ലാം സീറ്റ് ബെൽറ്റ് ഇട്ട് യാത്ര ചെയ്യുന്ന ഞാൻ അന്ന് ഈ സംഭവം ഇങ്ങനെയൊന്നും ഉണ്ടെന്ന് പോലും മറന്നുപോയി. ചില സമയങ്ങളിൽ ഹസ്ബൻഡ് ചോദിക്കാറുണ്ട് ബെൽറ്റ് ഇട്ടിട്ടില്ലേ എന്ന്. അന്ന് അദ്ദേഹവും മറന്നു. വണ്ടി ഓടുമ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ചാഞ്ഞിരുന്ന് സെൽഫിയൊക്കെ എടുത്തു. മുൻപ് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ബെൽറ്റിൻ്റെ ടൈറ്റ് കാരണം ബുദ്ധിമുട്ട് തോന്നാറുണ്ടായിരുന്നു. അന്ന് ഫ്രീ ആയിട്ട് എടുത്തു. എന്നിട്ടും മനസ്സിലായില്ല. ഒരു 40 കിലോമീറ്റർ അങ്ങനെ യാത്ര ചെയ്തു. അതിനിടയ്ക്ക് ഹസ്ബൻഡ് എന്തോ ആവശ്യത്തിന് ഓഫീസിലിറങ്ങി. ഹസ്ബൻഡ് പോയി വന്നു. അതുവരെ ഞാൻ കാറിലിരുന്നു. തിരിച്ച് ഹസ്ബൻഡ് കയറി ബെൽറ്റ് ഇടുമ്പോഴും എനിക്ക് ഓർമ്മയില്ല ഇക്കാര്യം. അവസാനം മാളിലെത്തി പാർക്കിങ്ങിൽ വണ്ടിയിട്ട് സീറ്റ് ബെൽറ്റ് അഴിക്കാൻ നോക്കുമ്പോഴാണ് ഈ സംഭവം ഇടാത്ത കാര്യം ഞാൻ അറിയുന്നത്. പിന്നെ ആകെ ഒരു ബ്ലാങ്ക് ആയിരുന്നു. ആദ്യം ഗുരുവായൂരപ്പനെ വിളിച്ചു പ്രാർത്ഥിച്ചു. പിന്നെ വഴിപാട് നേർന്നു. ഹസ്ബൻഡിനോട് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. പക്ഷേ പറയാതിരിക്കാൻ എനിക്ക് എൻ്റെ മനസ്സ് സമ്മതിക്കുന്നുമില്ല. ഒടുവിൽ മാളിൽ കയറി എന്നോട് ചോദിച്ചു എന്താണ് ഒരു പ്രയാസമെന്ന്. ഞാനൊരു നിർവികാര അവസ്ഥയിലായിരുന്നു. അങ്ങനെ കാര്യം പറഞ്ഞു. ഹസ്ബൻഡ് ആദ്യം എന്നോട് ചോദിച്ചു ഇത്രയ്ക്ക് ബോധമില്ലേ എന്ന്. കുറച്ചു നേരം ദേഷ്യത്തിലായിരുന്നു. പിന്നെ വരാനുള്ളത് എന്തായാലും വരുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിന് ഫൈൻ അടിച്ചതൊക്കെ എന്നോട് പറയാറുണ്ട്. എന്നിട്ടും പറ്റിപ്പോയി. ഓരോ 500 മീറ്ററും കൂടുമ്പോഴും ക്യാമറ ഉള്ള രാജ്യമാണ്. പോകുന്ന വഴിയിലുള്ള എല്ലാ ക്യാമറകൾക്കും കൂടി ഒരു ഫൈനാണോ അതോ ഓരോ ക്യാമറയ്ക്കും വെവ്വേറെ ഫൈനാണോ എന്നറിയില്ല. വെവ്വേറെ ഫൈനാണെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ടതില്ലല്ലോ. ആകെ വിഷമമായി. അപ്പോൾ മുതൽ എന്നും ഫോണിൽ ചെക്ക് ചെയ്യും. ഇതുവരെ നോ ഫൈൻസ് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. എനിക്കറിയില്ല എന്ത് മായാണ് നടന്നതെന്ന്. ഇത്രയും കർശന നിയമങ്ങളുള്ള ഇവിടെ എൻ്റെ അനുഭവത്തിന് വേണ്ടി മാത്രമാണോ 40 കിലോമീറ്ററിൽ നഗരമധ്യത്തിൽ ഒരുപാട് സിഗ്നലുകൾ, ഒന്നും ഈ ക്യാമറകൾ ഞങ്ങളെ ശ്രദ്ധിക്കാതിരുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നറിയാം, എന്തോ ഒരു അദൃശ്യ ശക്തി നമുക്ക് ചുറ്റുമുണ്ട് എന്നത് 100% സത്യമാണ്. കണ്ണനുമായിട്ടൊരു ബന്ധം കൂടെ ഉണ്ട് കേട്ടോ. ഗുരുവായൂർ ഏകാദശിക്കാണ് എൻ്റെ പിറന്നാൾ. കൂടുതൽ എഴുതിയെങ്കിൽ കട്ട് ചെയ്ത് വായിച്ചോളൂ. പക്ഷേ എനിക്ക് കുറയ്ക്കാൻ പറ്റുന്നില്ല. അതാണ് കാര്യം. ഭഗവാൻ ചേർത്ത് പിടിക്കും. ഭഗവാന്റെ ഒരു ഓറ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും ഉണ്ടാവും. നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇതൊരു അത്ഭുതപ്പെടുന്ന അനുഭവം തന്നെയാണല്ലേ. ഇത്രയും വലിയ ഫൈനൊക്കെ കിട്ടുന്ന സ്ഥലത്തുനിന്ന് ഒരു ഫൈനും വന്നില്ല. ഭഗവാനെ എന്താ കഥ.